ജമ്മുകശ്മീരിലെ കുൽഗാമിൽ ഭീകരരും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ. TRF ഭീകരരെ വളഞ്ഞതായാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ഗൗതം ആമ്രകുഞ്ചം ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. ഗൗതം, എന്താണ് ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ? TRF നേരത്തെ തന്നെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുന്നു. പിന്നെയും പ്രകോപന പ്രസ്താവന ഉണ്ടാകുന്നു. ഇപ്പോൾ എന്താണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ സൗത്ത് കാശ്മീരിൽ, അതായത് തെക്കൻ കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപമായി ആണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഹൽഗാമിന് ശേഷം വീണ്ടും പ്രകോപനപരമായ നിലപാടിലേക്ക് ആക്രമണം നടത്തുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള ആഹ്വാനങ്ങളൊക്കെ TRF കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം സൈന്യം നടത്തിയ തെരച്ചിലിനിടെ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ദേശീയ വാർത്താ ഏജൻസികൾ നൽകുന്ന വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ വെടിയൊച്ച കേട്ടതായിട്ടും TRF കമാൻഡറെ സൈന്യം വളഞ്ഞതായിട്ടുമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പഹൽഗാം ആക്രമണത്തിന് ശേഷം മണിക്കൂറുകൾ പിന്നിട്ട് കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു ദിവസം പിന്നിടുമ്പോഴേക്ക് വീണ്ടും ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. സൈനികരും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഈ TRF കമാൻഡറെ സൈന്യം വളഞ്ഞതായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഈ നിമിഷങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് അബാർബൽ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പ്രദേശത്താണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ഈ മേഖലയിൽ വലിയ തരത്തിലുള്ള സൈനിക നീക്കം ആരംഭിച്ചിരുന്നു. ഭീകരർക്കുള്ള തെരച്ചിൽ വളരെ ശക്തമായി പുരോഗമിക്കുന്നുണ്ട്. TRFൽ ഭീകരരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ശക്തമാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ വലിയ തോതിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ തെക്കൻ കാശ്മീരിലെ അബാർബൽ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള കുൽഗാം മേഖലയിലുള്ള തങ്മാർ എന്ന സ്ഥലത്ത് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇത് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാശ്മീരിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടും. ഭീകരർ കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ഇനിയും ആക്രമണങ്ങൾ തുടരുമെന്ന നിലപാടിൽ തന്നെയായിരുന്നു TRF ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷവും ഉണ്ടായിരുന്നത്. അവരുടെ പ്രതികരണങ്ങളും ആ നിലയ്ക്കായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ ഭീകരർ ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വലിയ പരിശോധന നടന്നത്. ഒപ്പം തന്നെ പഹൽഗാമിൽ നിന്നും രക്ഷപ്പെട്ട ഭീകരരായിട്ടുള്ള തിരച്ചിലും സൈന്യം ശക്തമാക്കിയിരുന്നു. സംയുക്ത സൈനിക തെരച്ചിലാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് തെക്കൻ കാശ്മീരിലെ തങ്മാർ മേഖലയിൽ ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. TRF കമാൻഡറായ ഒരാളെ സൈന്യം വളഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും തെക്കൻ കാശ്മീരിലാണ് ഈ ഏറ്റുമുട്ടൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൈനിക നീക്കം പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി പത്മ, ദ റെസിഡൻസ് ഫ്രണ്ട് എന്ന സംഘടന, അത് ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയാണ്. അവർ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകൾക്കകം തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സ്ഥിതി, പിന്നെയും പ്രകോപന പ്രസ്താവനകൾ നടത്തുന്ന സ്ഥിതി, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും TRF ഒറ്റയ്ക്കായിരിക്കില്ല ആക്രമണം നടത്തിയത് എന്ന വിലയിരുത്തലിൽ തന്നെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്, ഗൗതം? കാരണം ലഷ്കർ ഭീകരർ നുഴഞ്ഞു കയറി ഇവിടെ ആക്രമണം നടത്തി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണോ ഉള്ളത്? അതോ ഈ TRFനെ വച്ച് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് ഈ ആക്രമണം നടത്തി എന്നുള്ള ഒരു വിലയിരുത്തലാണോ ഉള്ളത്? എന്താണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ? ലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലഷ്കർ ഇ തൊയ്ബയുടെ ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ച പ്രാഥമികമായ ഒരു വിലയിരുത്തൽ സൈന്യത്തിനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നുഴഞ്ഞുകയറ്റം തടുക്കാനായില്ല. ഈ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഇതിനോടകം തന്നെ പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആ നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യമുള്ളത്. അതേ നിലപാട് തന്നെയാണ് രാജ്നാഥ് സിംഗ്, പ്രതിരോധ മന്ത്രി, വൈകുന്നേരം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ വ്യക്തമാക്കിയത്. ഈ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വലിയ തോതിലുള്ള ആസൂത്രണം നടന്നിട്ടുണ്ട്. അതിന് ഈ TRFന്റെ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചിലരുടെ ഇടപെടൽ കൂടി, ഈ കർട്ടന് പിന്നിൽ കളിക്കുന്ന ചിലർ കൂടിയുണ്ട്. അവരുടെ ഇടപെടൽ ഇതിൽ കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് ഉള്ള ആ പ്രാഥമിക വിലയിരുത്തലാണ് സൈന്യത്തിനുമുള്ളത്. ആ വിലയിരുത്തലിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുതിയ ഏറ്റുമുട്ടലും അതിൻ്റെ വാർത്തകളും നമ്മളെ നയിക്കുന്നത്. അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ, വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് TRF ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയിരുന്നെന്നും ഇവർ തമ്മിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നും വലിയ ആലോചന നടന്നിട്ടുണ്ട് എന്നുമാണ് വ്യക്തമാക്കുന്നത്. അതിന് കാരണം ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം TRF നടത്തിയ പ്രസ്താവന തന്നെയാണ്. ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലായിരുന്നു അവരുടെ പ്രതികരണം ഉണ്ടായത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിന് സമീപം സൈന്യം നടത്തിയ തെരച്ചിലിനിടെ ആക്രമണം, ഇപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ആ ഏറ്റുമുട്ടലിൽ TRF കമാൻഡറെ വളഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോൾ വൈകുന്നേരം പ്രതിരോധ മന്ത്രി മാധ്യമ
മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സംസാരിച്ചത് ഈ കർട്ടന് പിന്നിൽ കളിക്കുന്നവരുടെ ഒരു സൂചനയിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഇതിന് വലിയ തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ട്. ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ നുഴഞ്ഞു കയറ്റ ശ്രമം തള്ളിക്കളയുന്നില്ല. നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഭീകരർ എന്നതിൽ തർക്കമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒപ്പം തന്നെ കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ അവർ ഒരുങ്ങുന്നു എന്നതിനെ കൂടി സാധൂകരിക്കുന്ന തരത്തിലാണ് ഈ ഏറ്റുമുട്ടലിനെ ഇപ്പോൾ വിലയിരുത്താനാകുക. എന്നാൽ ഇതൊക്കെ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട്. ഇതിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് തെക്കൻ കശ്മീരിലെ തങ്മാർഗ് മേഖലയിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു. സൈനികരും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായത്. അത് തെരച്ചിലിനിടെയാണ്. അതിൽ TRF കമാൻഡറെ വളഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നുഴഞ്ഞുകയറ്റ ശ്രമവും കൂടുതൽ ഭീകരർ വിവിധ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ലക്ഷ്മി. ഗൗതം ആമ്രകുഞ്ചമാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.